നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു അൽഫാമാണ്. അപ്പോൾ അൽഫാമിൻ്റെ മസാല നമുക്ക് ഇവിടെയുള്ള ഒരു അറേബ്യൻ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആൾ പറഞ്ഞു തന്നതാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ നമുക്കതിന് വേണ്ട എന്തൊക്കെയാണ് മസാലക്കൂട്ടുകളുള്ള ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുക്കേണ്ട പൊടികളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് എരിവിനുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം, മല്ലി, പട്ട, ബേ ലീഫ്, കുരുമുളക്, പിന്നെ കറാമ്പൂ, ഏലക്കായ്, പിന്നെ നമ്മളൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. പൊടിച്ചെടുത്ത് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഇനി മസാലക്കൂട്ടുണ്ട്, അപ്പോൾ അതും കൂടി പറഞ്ഞുതരാം. ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് പാത്രം വെച്ച് ചൂടായിട്ട് അതിൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുരുമുളക്, പട്ട, ഏലക്കായ്, കറാമ്പൂവ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ വറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. മസാലക്കുള്ള പൊടികളെല്ലാം പൊടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങളൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ച ആ മസാല പൊടി നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, ഞാൻ തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, മതി. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ തക്കാളിയുടെ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി നല്ലതാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങ നമ്മളൊരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് പിഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അൽഫാമിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ പീസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ. അത് ഒരു കോഴിനെ നമ്മൾ 4-5 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഗ്രില്ലായതുകൊണ്ട് നമ്മളത് പൊരിക്കാനുള്ള സംവിധാനത്തിനും വേഗം വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ടുള്ളത്. നമുക്കിത് നേരെ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് മസാല തേച്ച് പിടിച്ച് ഒരു 1/2 മണിക്കൂർ നമുക്ക് വെക്കാം. ചിക്കൻ നന്നായിട്ട് വലിയ പീസാകുമ്പോൾ നമ്മൾ ഓരോ വരട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കകത്തൊക്കെ മസാല കയറാനും പെട്ടെന്ന് വേവാനും അത് നന്നായിട്ടൊരു ഉപകാരമാവും. അപ്പോൾ എല്ലാ ചിക്കൻ പീസിലും നമ്മളിത് കാണുന്ന പോലെ നന്നായിട്ട് വരട്ട് കൊടുക്കുക. കുറച്ച് മാംസം കുറച്ച് കട്ടിയുള്ള ഭാഗത്ത് നല്ല ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഒരു ചെറിയ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ്, അതായത് കത്തിക്കാൻ കണലുണ്ടാക്കാനുള്ള അടുപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ചിരട്ട നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ് അത് ചെറുതാക്കി പൊടിച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ചിരട്ട നമ്മൾ വേറെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു കനലുണ്ടാക്കി നല്ലൊരു തീ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിരട്ട പൊട്ടുകൾ ആദ്യം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഗ്രില്ലിന് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിരട്ട കൊണ്ടാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വെക്കണം. കഴിഞ്ഞപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരിയണ്ടെന്ന് കൊണ്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഓക്കെ ആയിട്ട് നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ മൈനൂസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായി കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.